സ്റ്റെറിലൈസേഷൻ മോണിറ്റേഴ്സ് ഓർ സ്റ്റെറിലൈസേഷൻ ഇൻഡിക്കേറ്റേഴ്സ്. ഈ ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. യൂണിറ്റ് 2 ഓഫ് ഫാർമസ്യൂട്ടിക്കൽ മൈക്രോബയോളജി ഓഫ് തേർഡ് സെമസ്റ്റർ ബിഫാമിൽ ലാസ്റ്റ് വരുന്ന ഒരു ടോപ്പിക്കാണ് ഇവാലുവേഷൻ ഓഫ് എഫിഷ്യൻസി ഓഫ് സ്റ്റെറിലൈസേഷൻ മെത്തേഡ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു സ്റ്റെറിലൈസേഷൻ ഫിനിഷ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സ്റ്റെറിലൈസേഷൻ സക്സസ്ഫുൾ ആയിട്ടാണോ നടന്നത് എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഒരു പ്രൊസീജിയർ എന്താണ് എന്നുള്ളതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ദിസ് ക്വസ്റ്റ്യൻ ഈ ഒരു ഏരിയ എന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ ദ പ്രിൻസിപ്പൽ കൺസ്ട്രക്ഷൻ ആൻഡ് വർക്കിംഗ് ഓഫ് ഓട്ടോക്ലേവ് അലോങ് വിത്ത് ദ വാലിഡേഷൻ മെത്തേഡ്. അപ്പോൾ ഈ വാലിഡേഷൻ മെത്തേഡ് എന്ന് ചോദിക്കുന്ന സമയത്തും നിങ്ങൾ ആഡ് ചെയ്യേണ്ടത് ഓട്ടോക്ലേവിന്റെ കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റെറിലൈസേഷൻ മോണിറ്റേഴ്സ് എന്താണ്, സ്റ്റെറിലൈസേഷൻ ഇൻഡിക്കേറ്റേഴ്സ് എന്താണ് എന്നുള്ളതാണ്. Then physical and chemical indicators used for the evaluation of sterilizers, witness tools as sterilization monitors, chemical indicators used in the evaluation of sterilization method, biological indicators are used in the validation of sterilization. രണ്ട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കെമിക്കൽ ഇൻഡിക്കേറ്ററും അതുപോലെ രണ്ട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. 4 examples of chemical indicators of sterilization. അപ്പോൾ കുറേ അധികം ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള ഒരു ഏരിയ ആണെന്ന് മനസ്സിലാക്കാം. So this is the learning objective. By the end of the session, students will be able to describe the principle, monitoring technique and validation parameters for evaluating the efficiency of various sterilization methods used in the pharmaceutical microbiology. And for the practical, students will be able to evaluate the sterilization method efficiency using physical, chemical and biological indicators. So let's start with the definition, sterilization monitors. So നമുക്ക് സ്റ്റെറിലൈസേഷൻ എന്ന് പറഞ്ഞ പ്രോസസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. എന്താണ് സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത്? ഇറ്റ്സ് എ പ്രോസസ് ഓഫ് കംപ്ലീറ്റ്ലി കില്ലിംഗ് ഓർ റിമൂവിംഗ് എനി മൈക്രോ ഓർഗാനിസം ഇൻക്ലൂഡിംഗ് സ്പോർസ്. സ്പോർസിനെയും കില്ല് ചെയ്യാനോ റിമൂവ് ചെയ്യാനോ ഉള്ള ഒരു മെത്തേഡിനെയാണ് നമ്മൾ സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത്. സോ നമ്മളെല്ലാം തിയറി ആണ് പറയുന്നത്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇത്ര ഓൺലൈനോ യൂസ് ചെയ്ത് 180 ഡിഗ്രി സെൽഷ്യസിൽ 30 മിനിറ്റ്സ് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൈക്രോ ഓർഗാനിസം കില്ല് ചെയ്യും എന്ന് നമ്മൾ തിയറി മാത്രമാണ് പഠിക്കുന്നത്. ആ തിയറി പഠിച്ചതിനെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന പരിപാടിനെയാണ് സ്റ്റെറിലൈസേഷൻ മോണിറ്റേഴ്സ് എന്ന് പറയുന്നത്. വി ഹാവ് ടു മോണിറ്റർ വെദർ ദ പ്രൊഡക്റ്റ് ഓർ സർഫസ് ഈസ് സ്റ്റെറൈൽ ഓർ നോട്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡ്സിനെയാണ് നമ്മൾ സ്റ്റെറിലൈസേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. വെരി എസെൻഷ്യൽ that the strict control are carried out on the product to be labeled sterile. Such control must be ensure the absence of viable microorganisms from these products. So sterile ആണെന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുന്ന ഏത് ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, വേറെ എന്ത് പ്രൊഡക്റ്റും ആയിക്കോട്ടെ, ഈ പ്രൊഡക്റ്റ് ഒക്കെ സ്റ്റെറൈൽ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്റ്റെറൈൽ ആണെന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളത് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ. So there are two type of controls. We can control the process itself. നമ്മൾ ഒരു പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് തന്നെ ആ സ്റ്റെറിലൈസേഷൻ പ്രോസസ്സിനെ കൺട്രോൾ ചെയ്യാം. അല്ലെങ്കിൽ സ്റ്റെറിലൈസേഷൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സ്റ്റെറിലിറ്റി ടെസ്റ്റിംഗ് ചെയ്യാം. നിഹാല മാഡം ഓൾറെഡി സ്റ്റെറിലിറ്റി ടെസ്റ്റിംഗ് എന്താണെന്ന് ക്ലാസ് എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് സ്റ്റെറിലിറ്റി ടെസ്റ്റിംഗ് ചെയ്തിട്ട് അത് സ്റ്റെറൈൽ ആണ് എല്ലാം ഉറപ്പുവരുത്താം എന്നുള്ളതാണ് രണ്ട് കൺട്രോൾ എന്ന് പറയുന്നത്. ഓക്കെ. So in order to monitor the sterilization process, so sterilization കഴിയുന്നതിന് മുന്നേ തന്നെ നമ്മൾ സ്റ്റെറിലൈസേഷനെ മോണിറ്റർ ചെയ്യുന്നതിനാണ് നമ്മൾ സ്റ്റെറിലൈസേഷൻ മോണിറ്റേഴ്സ് എന്ന് പറയുന്നത്. So we have 3 options: physical monitors or physical indicators, chemical indicators or biological indicators. Okay. So let's start with the physical indicators. As the name indicates, we will measure some physical properties like melting point or temperature or sometime intensity of radiation. ഇതൊക്കെ നമ്മൾ മെഷർ ചെയ്യുക എന്നുള്ളതാണ് ഫിസിക്കൽ മെത്തേഡിൽ ചെയ്യാം. ഓക്കെ. ടെമ്പറേച്ചർ മെഷർ ചെയ്യാം, അല്ലെങ്കിൽ റേഡിയേഷൻ ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ റേഡിയേഷൻ മെഷർ ചെയ്യാം, ഫിൽട്രേഷൻ ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫിൽട്രേഷൻ പ്രോസസ്സിൽ മെഷർ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു സാധനം മെഷർ ചെയ്യാം, അതിന്റെ എഫിഷ്യൻസി നോക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെയാണ് ഫിസിക്കൽ മെത്തേഡ്സിൽ വരുന്ന സാധനങ്ങൾ. അപ്പൊ അതിൽ ആദ്യം മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ. ഏതാണ് മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത്? മെയിൻ ആയിട്ട് നമ്മൾ ഓട്ടോക്ലേവ് ആണ് ഒരു ഗോൾഡ് മാർക്ക് എന്നൊക്കെ പറഞ്ഞ രീതിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഗോൾഡ് ബെഞ്ച് മാർക്ക് മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്നത് മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ ആണ്. അപ്പോ ഈ വാലിഡേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ് ഉണ്ട്. നമ്മൾ ഏതൊരു എക്യുപ്മെന്റും
ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ച് ക്വാളിഫിക്കേഷൻസുകൾ അതിനുണ്ട്. ഇൻസ്റ്റലേഷൻ ക്വാളിഫിക്കേഷൻ, അതുപോലെ തന്നെ മെയിൻ്റനൻസ് ക്വാളിഫിക്കേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ. വാലിഡേഷൻ എന്ന് പറയും. വാലിഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു വേർഡിൽ പറയുകയാണെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്ന ഒരു റിസൾട്ട് ഇങ്ങനെയാവണം എന്നുള്ള വ്യക്തമായ പ്ലാനോട് കൂടി നമ്മൾ ഉണ്ടാക്കുന്ന ഒരു പ്രൊസീജിയറിനെയാണ് വാലിഡേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഇന്ന പ്രൊസീജിയർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇന്ന റിസൾട്ട് കിട്ടണം എന്ന് വ്യക്തമായ പ്ലാനോട് കൂടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു റിട്ടൺ പ്ലാനിനെയാണ് നമ്മൾ വാലിഡേഷൻ എന്ന് പറയുന്നത്. ആ വാലിഡേഷനിലുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് മാസ്റ്റർ പ്രോസസ് റെക്കോർഡ് എന്ന് പറയുന്നത്. So once we are going to install an autoclave, we will prepare and master process record. അതിൽ എന്തൊക്കെ ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സൈക്കിൾ ചെയ്യുന്ന സമയത്തും ഓട്ടോക്ലേവിൽ നമ്മൾ എന്താ ചെയ്യുക? വെള്ളം ഫില്ല് ചെയ്യണം, നമ്മളെ സ്റ്റെറിലൈസ് ചെയ്യാനുള്ള സാധനം അതിൻ്റെ അകത്ത് വെക്കണം, ടൈറ്റ് ചെയ്യണം, ടൈറ്റ് ചെയ്തതിന് ശേഷം ബോയിൽ ചെയ്യിക്കണം, ബോയിൽ ചെയ്ത് വാൾവ് തുറന്നിട്ടതിന് ശേഷം അത് ക്ലോസ് ചെയ്യുന്ന സമയത്ത് വാൾവ് ക്ലോസ് ചെയ്ത് പ്രഷർ ബിൽഡ് ചെയ്യണം. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്ന പ്രഷറിനനുസരിച്ച് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. ഓക്കെ, ഇത്രയും പ്രോസസ്സ് അതിലുണ്ട്. ഈ പ്രോസസ്സ് നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇൻസ്റ്റോൾ ചെയ്യുന്ന സമയത്ത് തന്നെ ഈ പ്രോസസ്സ് നമ്മൾ വ്യക്തമായിട്ട് മോണിറ്റർ ചെയ്തിട്ട് അതിനനുസരിച്ചിട്ടുള്ള ഒരു റെക്കോർഡ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇറ്റ്സ് എ പാർട്ട് ഓഫ് വാലിഡേഷൻ പ്രൊസീജിയർ ഫോർ എ പർട്ടിക്കുലർ ഓട്ടോക്ലേവ് ആൻഡ് ഫോർ ഈച്ച് സ്പെസിഫൈഡ് പ്രൊഡക്റ്റ് ലോഡ് കോൺഫിഗറേഷൻ. അതായത് ഒരു ഓട്ടോക്ലേവിൽ എത്ര ലോഡ് വെക്കുന്ന സമയത്ത് എത്ര സമയം കൊണ്ട് എത്ര ടെമ്പറേച്ചറിൽ സ്റ്റെറിലൈസേഷൻ പോസിബിൾ ആവും എന്നുള്ള വ്യക്തമായിട്ടുള്ള ഒരു റെക്കോർഡ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഈ റെക്കോർഡാണ് നമ്മൾ റെഫറൻസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓരോ പ്രാവശ്യം സ്റ്റെറിലൈസ് ചെയ്യുന്ന സമയത്തും നമ്മളെ ബാച്ച് പ്രോസസ് റെക്കോർഡ് മാസ്റ്റർ പ്രോസസ് റെക്കോർഡുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. ഇത്ര സമയമാകുമ്പോൾ അതിൻ്റെ അകത്ത് ഇത്ര ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് തെർമോകപ്പിൾസുകൾ യൂസ് ചെയ്തിട്ട് മെഷർ ചെയ്തെടുക്കാൻ പറ്റും. ടൈമിനനുസരിച്ച് പ്രഷറിനനുസരിച്ച് നമ്മളെ റെഫറൻസ് ആയിട്ട് യൂസ് ചെയ്യുന്ന മാസ്റ്റർ പ്രോസസ് റെക്കോർഡിലുള്ള അതേ ടെമ്പറേച്ചർ തന്നെയാണ് നമ്മൾ ഓരോ ബാച്ചിന്റെ ഓട്ടോക്ലേവ് ചെയ്യുന്ന സമയത്തും വരുന്നത് എന്നുള്ളത് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഈ ഒരു സംഗതി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മാസ്റ്റർ പ്രോസസ് റെക്കോർഡ് ഈസ് കമ്പയർഡ് വിത്ത് ദ റെഫറൻസ് അല്ലെങ്കിൽ ബാച്ച് പ്രോസസ് റെക്കോർഡ്. അതാണ് നമ്മുടെ പ്രൊസീജിയർ. ഫിസിക്കൽ ഇൻഡിക്കേറ്ററിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ബൈ യൂസിങ് മൈക്രോ പ്രോസസർ ഓർ ബൈ യൂസിങ് തെർമോകപ്പിൾസ്. ആൻഡ് ഈ മാസ്റ്റർ പ്രോസസ് റെക്കോർഡിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ as the equipment we are going to use, there will be some malfunction. So we have to prepare this record in each year. Annually നമ്മൾ ഈ പ്രോസസ് വാലിഡേഷൻ റെക്കോർഡ്സുകൾ എന്ത് ചെയ്യണം? മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇവിടെ ചെയ്യുന്നത് എന്താണ്? മാസ്റ്റർ പ്രോസസ് റെക്കോർഡുമായിട്ട് ബാച്ച് പ്രോസസ് റെക്കോർഡിനെ കമ്പയർ ചെയ്യുക എന്നുള്ള പ്രോസസ്സാണ് നടക്കുന്നത്. എങ്ങനെ കമ്പയർ ചെയ്യുന്നത്? ഓരോ ബാച്ച് പ്രോസസ് ചെയ്യുന്ന സമയത്തും അവിടെ ഉണ്ടാവുന്ന ടെമ്പറേച്ചർ റെക്കോർഡ് മാസ്റ്റർ പ്രോസസ് റെക്കോർഡിലുള്ള ടെമ്പറേച്ചറുമായിട്ട് കമ്പയർ ചെയ്തത് അതുപോലെ തന്നെ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം എന്ത് നമ്മുടെ സ്റ്റെറിലൈസേഷൻ സക്സസ്ഫുൾ ആയിട്ട് നടക്കും എന്നുള്ളത്. ഓക്കെ, ഇനി ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ മെത്തേഡ്. ഏതാണ് ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ മെത്തേഡിൽ യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ്? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്യുപ്മെന്റ് ഹോട്ട് എയർ ഓവൻ ആണ്. അപ്പൊ ഹോട്ട് എയർ ഓവന്റെ വാലിഡേഷൻ അല്ലെങ്കിൽ ഇവാലുവേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ടെമ്പറേച്ചർ റെക്കോർഡ് ചാർട്ടാണ്. ടെമ്പറേച്ചർ റെക്കോർഡ് ചാർട്ടാണ്. ഇതും ഒരു എക്യുപ്മെന്റ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ തന്നെ നമ്മളൊരു ടെമ്പറേച്ചർ റെക്കോർഡ് ചാർട്ട് നമ്മൾ ഉണ്ടാക്കി വെക്കും. അതുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുക എന്നുള്ളതാണ്. മാസ്റ്റർ ടെമ്പറേച്ചർ റെക്കോർഡുമായിട്ട് ഓരോ പ്രാവശ്യം നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യുന്ന സമയത്തും ഹോട്ട് എയർ ഓവൻ യൂസ് ചെയ്യുന്ന സമയത്തും മാസ്റ്റർ ടെമ്പറേച്ചർ റെക്കോർഡുമായിട്ട് കമ്പയർ ചെയ്യാം. അത്ര ടെമ്പറേച്ചർ അതിൽ റൈസ് ചെയ്യുന്നുണ്ട്. നമ്മൾ എക്യുപ്മെന്റിന്റെ മുകളിലൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ ഡിജിറ്റൽ ഡിസ്പ്ലേയിൽ നമുക്ക് ടെമ്പറേച്ചർ കാണിക്കുന്നുണ്ടാവും. പക്ഷെ അതിന്റെ അകത്ത് കറക്റ്റ് ആയിട്ട് ടെമ്പറേച്ചർ എലിവേറ്റ് ആവുന്നുണ്ടോ കൂടുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ മെഷർ ചെയ്യുക എന്നുള്ളതാണ് ചെയ്യുന്നത്. റേഡിയേഷൻ സ്റ്റെറിലൈസേഷൻ. റേഡിയേഷൻ സ്റ്റെറിലൈസേഷനിൽ ഏതൊക്കെ റേഡിയേഷൻസുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? രണ്ട് അയണൈസിങ് റേഡിയേഷൻസുകൾ യൂസ് ചെയ്യുന്നുണ്ട്, നോൺ അയണൈസിങ് റേഡിയേഷൻസുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇൻഫ്രാറെഡ്, യുവി പോലെയുള്ള അല്ലെങ്കിൽ ഗാമ റേ, കോസ്മിക് റേസ് പോലെയുള്ള അയണൈസിങ് റേഡിയേഷൻസുകളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഇന്റൻസിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സാധനമാണ്
പ്ലാസ്റ്റിക് ഡോസിമീറ്റർ എന്ന് പറയുന്നത്. എത്രത്തോളം റേഡിയേഷൻസുകൾ അബ്സോർബ് ചെയ്യുന്നുണ്ട് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സംഗതിയാണ് പ്ലാസ്റ്റിക് ഡോസിമീറ്റർ എന്ന് പറയുന്നത്. അതിൽ എത്രത്തോളം റേഡിയേഷൻ അബ്സോർബ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ നോക്കുക. അപ്പോൾ ഒരു സ്പെസിഫിക് ഇന്റൻസിറ്റി ഓഫ് റേഡിയേഷൻ ഈ ഡോസിമീറ്റർ അബ്സോർബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? സക്സസ്ഫുൾ ആയിട്ട് അത്ര ഇന്റൻസിറ്റി കണ്ടിന്യൂസ് ആയിട്ട് റേഡിയേഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഉദ്ദേശിച്ച ആ അപ്ലിക്കേഷനിൽ വരുന്ന സാധനങ്ങളുടെ ഒക്കെ സ്റ്റെറിലൈസേഷൻ പോസിബിൾ ആവും എന്നുള്ളത് നമുക്ക് ഉറപ്പുവരുത്താം. ഓക്കെ, ഗ്യാഷ്യസ് സ്റ്റെറിലൈസേഷൻ. ഗ്യാഷ്യസ് സ്റ്റെറിലൈസേഷനിൽ ഏതൊക്കെ ഗ്യാസസ് ആയിരുന്നു നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്? എഥിലീൻ ഓക്സൈഡ്, ഫോർമാൽഡിഹൈഡ്, ഗ്ലൂട്രാൽഡിഹൈഡ്, ബീറ്റ പ്രൊപ്യൂണിൻ, ലാക്ടോൺ, ഓസോൺ പോലെയുള്ള ഗ്യാസസുകളായിരുന്നു. അതിന്റെ കൂടെ നമ്മൾ 2-3 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. there are some factors which will affect the gaseous sterilization like elevated temperature as well as humidity. So by elevating the temperature as well as by increasing humidity we can increase the penetration of gaseous sterilization. അപ്പോൾ ഇങ്ങനെ gaseous sterilization ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന എലിവേറ്റഡ് ടെമ്പറേച്ചറുകൾ മെഷർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ, അതുപോലെ തന്നെ അതിൻ്റെ അകത്തുണ്ടാവുന്ന പ്രഷർ നോക്കിക്കഴിഞ്ഞാൽ, ഹ്യൂമിഡിറ്റി റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്കിത് പ്രോപ്പർ ആയിട്ടുള്ള സ്റ്റെറിലൈസേഷൻ പ്രോസസ് ആണ് നടക്കുന്നത് എന്നുള്ളത് സ്റ്റെറിലൈസേഷൻ കഴിയുന്നതിന് മുന്നേ തന്നെ നമുക്ക് അതിനെ മോണിറ്റർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ദീസ് ആർ ദ ഫിസിക്കൽ മോണിറ്റേഴ്സ്. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഫിസിക്കൽ ആയിട്ടുള്ള വാല്യൂസ് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക. ടെമ്പറേച്ചർ ആയിരിക്കാം, പ്രഷർ ആയിരിക്കാം. ഇനി ഫിൽട്രേഷന്റെ കേസിലാണെങ്കിൽ ബബിൾ പോയിന്റ് പ്രഷർ ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ആണ് നമ്മൾ ചെയ്യുക. ഈ ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത് ഫിൽട്ടർ, ഏത് ഫിൽട്ടർ ആണോ നമ്മൾ യൂസ് ചെയ്യുന്നത് ആ ഫിൽട്ടറിന്റെ എഫിഷ്യൻസി ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ടും പോർ സൈസ് ഡിറ്റർമൈൻ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഈ ബബിൾ പോയിന്റ് പ്രഷർ ടെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇത് എത്രത്തോളം പ്രഷർ വരെ അത് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും എന്നൊക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റ് ആണ് ബബിൾ പോയിന്റ് പ്രഷർ ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഫിൽട്ടർ പേപ്പർ ഏത് സൊല്യൂഷൻ ആണോ ഫിൽട്ടർ ചെയ്യേണ്ടത് അതിൽ സോക്ക് ചെയ്തതിന് ശേഷം നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് അതിൽ ചെയ്യുന്നത്. ഒരു ഫസ്റ്റ് ബബിൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് എത്രത്തോളം പ്രഷർ കൊടുക്കണം എന്നുള്ള പ്രഷർ ഡിറ്റർമൈൻ ചെയ്യുക എന്നുള്ളതാണ് ഈ മെത്തേഡിൽ ചെയ്യുന്നത്. ഫിൽട്ടർ പേപ്പറിൽ ഏത് ലിക്വിഡ് ആണോ ഫിൽട്ടർ ചെയ്യേണ്ടത് ആ ലിക്വിഡിൽ ഫിൽട്ടർ ഡിപ്പ് ചെയ്തതിന് ശേഷം, സോക്ക് ചെയ്തതിന് ശേഷം ആ ഫിൽട്ടറിന്റെ ഉള്ളിലൂടെ ആ ലിക്വിഡ് പ്രഷർ ഉപയോഗിച്ചിട്ട് നമ്മൾ പ്രഷർ കൊടുക്കുക. പ്രഷർ കൊടുക്കുന്ന സമയത്ത് ഫസ്റ്റത്തെ ബബിൾ ഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രഷർ എത്രത്തോളം വേണം എന്നുള്ള പ്രഷർ ഡിഫറൻസ് മെഷർ ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ഇന്റഗ്രിറ്റി അല്ലെങ്കിൽ എഫിഷ്യൻസി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, so these are the different physical indicators. Now coming to the chemical indicators, as the name indicates, we will use some kind of chemical. So there will be some kind of visible signs while using some kind of chemicals. So there are different chemical indicators: Brown's tube, witness tube, Hughes sensitive taps, Rossi sats and chemical dosimeter. Physical dosimeter നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നത്? ഫിസിക്കൽ ഡോസിമീറ്റർ നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നത്? റേഡിയേഷൻ സ്റ്റെറിലൈസേഷന്റെ ഫിസിക്കൽ മോണിറ്ററിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളതാണ് ഫിസിക്കൽ ഡോസിമീറ്റർ. അതുപോലെ തന്നെ കെമിക്കൽ ഡോസിമീറ്ററുകളുണ്ട്. കെമിക്കൽ യൂസ് ചെയ്തിട്ട് റേഡിയേഷൻ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിന്റെ സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ they will change some kind of chemical properties and physical signs, characteristics of varieties of chemicals. So let's start with the Brown's tube. Brown's tube മാത്രം 2 മാർക്കിന് ചോദിച്ചിട്ടുള്ളതാണ്. എന്താണ് Brown's tube എന്ന് പറയുന്നത്? മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. ഗ്യാസ് ആംപ്യൂൾ containing heat sensitive chemical solution. Sometimes we will use a mixture of solution or mixture, reaction mixture and an indicator, and used as a multivariable indicator. So when it reaches to a specific temperature, there will be a color change in this Brown's tube. Okay, ഒരു specific chemical mixture with an indicator ആണ് യൂസ് ചെയ്യുന്നത്. ഒരു സ്പെസിഫിക് ടെമ്പറേച്ചറിലോട്ട് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സ്പെസിഫിക് ടെമ്പറേച്ചറിൽ എത്തിക്കഴിഞ്ഞാൽ അതിലൊരു കളർ ചേഞ്ച് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അതിൽ വരുന്ന ഒരു സൈൻ എന്ന് പറയുന്നത്. സോ there are 4 types of Brown's tube. It will change from red to yellow to brown to green. Okay, ആ ഒരു സീക്വൻസിലാണ് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് അതിന്റെ കളർ ചേഞ്ച് ഉണ്ടാവും. അപ്പോൾ there are 4 types of Brown's tube. ഓരോ ടൈപ്പും ഓരോ സ്ഥലത്താണ് യൂസ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക.
ടൈപ്പ് 1 നമ്മൾ യൂസ് ചെയ്യുന്നത് മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ അറ്റ് 121 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ 126 ഡിഗ്രി സെൽഷ്യസിൽ എത്തുന്ന സമയത്ത് ടൈപ്പ് 1 ബ്രൗൺ ട്യൂബ്സുകൾ ബ്രൗൺ ബ്ലാക്ക് സ്പോട്ട് കളർ തരിക എന്നുള്ളതായിരിക്കും അതിന്റെ ഒരു സൈൻ എന്ന് പറയുന്നത്. ടൈപ്പ് 2 ആണെങ്കിൽ ഹൈ വാക്വം മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ ആണ്. 130 above ഡിഗ്രി സെൽഷ്യസിൽ യെല്ലോ സ്പോട്ട് തരിക എന്നുള്ളതാണ് ബ്രൗൺ ട്യൂബിന്റെ കളർ ഉണ്ടാവുക. ടൈപ്പ് 3 ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ ഓട്ടോറോമോ പോലെയുള്ള സാധനങ്ങൾ 160 ഡിഗ്രി സെൽഷ്യസിൽ ഗ്രീൻ സ്പോട്ട് തരും. ആൻഡ് ടൈപ്പ് 4 ഡ്രൈ ഹീറ്റ് ഇൻഫ്രാറെഡ് കൺവേഴ്സ് 180 ഡിഗ്രി സെൽഷ്യസിലൊക്കെ ആണെങ്കിൽ ബ്ലൂ സ്പോട്ട് കളർ തരിക എന്നുള്ളതാണ് ഈ ബ്രൗൺ ട്യൂബിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് ഇങ്ങനെയാണ് ബ്രൗൺ ട്യൂബ് ഉണ്ടാവുക. അതിൽ കളർ മാറിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. നമുക്ക് അതിൽ കിട്ടുന്ന കളറിനനുസരിച്ച് നമുക്ക് അത് സക്സസ്ഫുൾ ആണോ, നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റെറിലൈസേഷന്റെ അകത്ത് സ്റ്റെറിലൈസറിന്റെ അകത്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സ്പെസിഫിക് ടെമ്പറേച്ചർ ആയി കഴിഞ്ഞാൽ ആ കളർ നമുക്ക് അവിടെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. Now coming to the witness tube, second chemical indicator എന്ന് പറയുന്നത് വിറ്റ്നസ് ട്യൂബ് ആണ്. ആ പേര് പറയുന്ന പോലെ തന്നെ നമുക്ക് കാണാൻ പറ്റും, നമുക്ക് വിറ്റ്നസ് ചെയ്യാൻ പറ്റും. There is a melting of some chemical with a specific melting point. ഒരു സ്പെസിഫിക് മെൽറ്റിംഗ് പോയിന്റ് ഉള്ള ചില കെമിക്കൽസുകൾ യൂസ് ചെയ്യുന്ന സമയത്ത് ആ സ്പെസിഫിക് മെൽറ്റിംഗ് പോയിന്റ് എത്തുന്ന സമയത്ത് അത് മെൽറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ്. ഇറ്റ് ഈസ് സീൽഡ് ഇൻ ഗ്ലാസ് ആംപ്യൂൾ. ഗ്ലാസ് ആംപ്യൂളിന്റെ അകത്ത് സീൽ ചെയ്തിട്ടുള്ള ഒരു സ്പെസിഫിക് മെൽറ്റിംഗ് പോയിന്റ് ഉള്ള ചില കെമിക്കൽസുകളാണ് ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ സൾഫർ, which is used in the moist heat sterilization, which will melt at 115 degrees Celsius. And succinyl chloride, it's again used in moist heat sterilization, which will melt at 120 degrees Celsius. Then benzoic acid, which is also used in the moist heat sterilization, which melt at 121 degrees Celsius. Acetonaldehyde, which melt at 115 degrees Celsius, which is also used in the dry heat sterilization method. So we can easily see the melting of the crystalline substances which is sealed inside a glass ampule, which is placed along with the other substance to be sterilized. ഏത് സബ്സ്റ്റൻസ് ആണോ സ്റ്റെറിലൈസ് ചെയ്യേണ്ടത് ആ സ്റ്റെറിലൈസ് ചെയ്യുന്ന സബ്സ്റ്റൻസിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു വിറ്റ്നസ് ട്യൂബ് കൂടി വെച്ച് കഴിഞ്ഞാൽ ആ സ്പെസിഫിക് ടെമ്പറേച്ചർ ആവുന്ന സമയത്ത് അത് മെൽറ്റ് ചെയ്യുന്നത് നമുക്ക് വിറ്റ്നസ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് ആ സക്സസ്ഫുൾ ടെമ്പറേച്ചർ എത്തിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്താൻ പറ്റും. സോ ദിസ് ഇസ് എ പിക്ചർ ഓഫ് വിറ്റ്നസ് ട്യൂബ്. Now coming to heat sensitive tap, this is mainly used in the autoclave. Autoclave indicator tap എന്നാണ് വേറെ ഒരു പേര്, സ്റ്റെറിലൈസേഷൻ ടാപ്പ് നമ്മൾ പറയാറുണ്ട്. So a pressure sensitive adhesive tap coated with chemical ink which undergo visible color change when it is exposure to a specific temperature. So usually we will use some chemicals like lead carbonate, and which will give some kind of color like black, brown or dark at 121 degrees Celsius. അതിനുള്ള ഒരു കളർ ആയിരിക്കും നമുക്ക് അത് തരുന്നുണ്ടാവും. Okay, there are some diagonal lines on these taps, so it will change the color into the black, brown or dark strips at 121 degrees Celsius. This is mainly used in quantitatively in bound thick test also. So this is an heat sensitive tap. നമ്മൾ സാധാരണ അഡ്ഹസീവ് ടാപ്പ് പോലെയുള്ള ഒരു ടാപ്പാണ്. ഇതുപോലെയുള്ള ലൈൻസുകൾ ഉണ്ടാവും. ആ ലൈൻസുകളാണ് സ്പെസിഫിക് 121 ഡിഗ്രി സെൽഷ്യസ് എത്തുന്ന സമയത്ത് കളർ ചേഞ്ച് പ്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, now Rorschach method, which is another chemical indicator which is specifically used for gaseous sterilization by ethylene oxide. Ethylene oxide sterilization മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. It consists of polyethylene sachet containing magnesium chloride, HCl and bromophenol indicator. So on appropriate concentration time exposure വരുന്ന സമയത്ത് there will be a formation of ethylene chlorohydride which will change its color to yellow to purple. Okay, optimum concentration of ethylene oxide അവിടെ വരുന്ന സമയത്ത് there will be a color change of yellow to purple color. So if it is a purple color, we can ensure that there is a sufficient concentration of ethylene oxide for the gaseous sterilization. Now, last one, chemical dosimeter. Dosimeter is used in the radiation sterilization. So there are some chemicals which is mainly used to radio-sensitive material that undergo measurable physical chemical change proportional to absorb ionizing radiations like gamma, electron beams as well as X-rays.
So accurate measures of radiation dose absorbed are considered to be best technique currently available for monitoring the radio sterilization. So these are some of the examples of chemical dosimeter. Radiochromic films, which will give green or blue color on radiation. Alanin or ESR dosimeter. Alanin pellets produce stable free radical quantified by electron spin response. And ceramic or indigo ceramics, which will produce a color change or luminescence proportional to the radiation dose. And Frick or ferrous sulfate, Fe2 plus to Fe3 plus oxidation, which will produce some kind of absorbance at 304 nanometer in the UV visible spectrometer. So these are some of the examples of chemical dosimeter which is used in the radiation sterilization. So chemicals are radiation sensitive chemicals. എത്രത്തോളം റേഡിയേഷൻ ഈ കെമിക്കൽസുകൾ അബ്സോർബ് ചെയ്തിട്ടുണ്ട് എന്ന് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം, എത്രത്തോളം ഇന്റൻസിറ്റിയിൽ നമ്മൾ റേഡിയേഷൻ സ്റ്റെറിലൈസേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഉറപ്പുവരുത്താം. And last one and most important method is biological indicator. All these are the physical and chemical methods. It is purely based on whether it is achieving some kind of temperature or not. അല്ലെ, ഇതുവരെ പറഞ്ഞ ടെമ്പറേച്ചറിലൊക്കെ മെത്തേഡിലൊക്കെ നമ്മൾ എന്താ ചെയ്തത്, ഒരു സ്പെസിഫിക് ടെമ്പറേച്ചർ എത്തിയിട്ടുണ്ടോ എന്ന് മോണിറ്റർ ചെയ്യാൻ വേണ്ടി മാത്രമേ പറ്റിയിട്ടുള്ളൂ. ബയോളജിക്കൽ മെത്തേഡിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് വി വിൽ യൂസ് ആൻ മൈക്രോ ഓർഗാനിസം and we will check whether the sterilization process have an ability to kill that microorganism. ആ മൈക്രോ ഓർഗാനിസത്തിനെ കില്ല് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടോ ഇല്ലേ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒരു മൈക്രോ ഓർഗാനിസമോ മൈക്രോ ഓർഗാനിസത്തിന്റെ സ്പോർസുകളോ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യാം. അപ്പൊ ഇതെങ്ങനെയായിരിക്കും ചെയ്യാൻ പറ്റുക, സ്റ്റെറിലൈസേഷൻ കഴിയുന്ന സമയത്ത് സ്റ്റെറിലൈസേഷൻ ഈ മൈക്രോ ഓർഗാനിസത്തിന്റെ സ്പോറിനെ നമ്മൾ എന്ത് ചെയ്യും, ഒരു ഫ്രഷ് ആയിട്ടുള്ള കൾച്ചർ മീഡിയത്തിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. ആ കൾച്ചർ മീഡിയത്തിനെ നമ്മൾ ഇൻക്യുബേറ്റ് ചെയ്യും. ഇൻക്യുബേറ്റ് ചെയ്തതിനു ശേഷം പിറ്റത്തെ ദിവസം 24 അവർ കഴിഞ്ഞ് നോക്കുന്ന സമയത്ത് കൾച്ചർ മീഡിയയിൽ ഏതെങ്കിലും രീതിയിലുള്ള ടർബിഡിറ്റി ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം, ആ മൈക്രോ ഓർഗാനിസത്തിനെ കില്ല് ചെയ്തിട്ടില്ല സ്റ്റെറിലൈസേഷൻ പ്രോസസ് വഴി എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതല്ല അവിടെ ടർബിഡിറ്റി ഒന്നും ഉണ്ടാവുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ഉറപ്പിക്കാം, നമ്മുടെ സ്റ്റെറിലൈസേഷൻ പ്രോസസ് സക്സസ്ഫുൾ ആയിരുന്നു, അതുകൊണ്ട് മൈക്രോ ഓർഗാനിസത്തിനെ കില്ല് ചെയ്തിട്ടുണ്ട്, ഒരു മൈക്രോ ഓർഗാനിസം അവിടെ ലെഫ്റ്റ് ഓവർ ആയിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കാം. സോ ദാറ്റ് ഈസ് ദ ബയോളജിക്കൽ ഇൻഡിക്കേറ്റർ. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ സ്യൂട്ടബിൾ ബാക്ടീരിയൽ സ്പോർ, ജനറ്റിക്കലി സ്റ്റേബിൾ, റെഡ്ലി ക്യാരക്ടറൈസബിൾ ആൻഡ് നോൺ പാത്തോജനിക് സ്പോർ. അപ്പൊ ഇത് എടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്, ഇത് നമുക്ക് ഹാംഫുൾ അല്ലാത്ത സാധനമായിരിക്കണം, ഈസിലി ക്യാരക്ടറൈസ് ചെയ്യാൻ പറ്റും, ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം, ജനറ്റിക്കലി സ്റ്റേബിൾ ആയിരിക്കണം. എന്തെങ്കിലും റേഡിയേഷനോ ഹീറ്റോ കൊടുക്കുമ്പോഴേക്കും മ്യൂട്ടേഷൻ ഒന്നും ആവരുത്, അങ്ങനെ ആവാത്തതുമായിരിക്കണം ഈ പറയുന്ന സാധനങ്ങൾ. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യും, ഓരോ സ്പെസിഫിക് സ്റ്റെറിലൈസേഷനും ഓരോ സ്പെസിഫിക് മൈക്രോ ഓർഗാനിസം ആണ് യൂസ് ചെയ്യുന്നുണ്ടാവുക. ആ മൈക്രോ ഓർഗാനിസം സ്റ്റെറിലൈസ് ചെയ്യുന്ന പ്രൊഡക്റ്റിന്റെ കൂടെ നമ്മൾ വെക്കുന്നു. സ്റ്റെറിലൈസേഷൻ കഴിയുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, the recovered units are cultured in the suitable medium to determine the presence or absence of microorganism. So if there is any kind of viability which indicate the failure of sterilization process, ഒരു കാരണവശാലും സ്റ്റെറിലൈസേഷൻ കഴിഞ്ഞതിന് ശേഷം ഈ പ്രൊഡക്റ്റ് എടുത്ത് നമ്മൾ ഒരു കൾച്ചർ മീഡിയയിൽ കൊടുത്ത് ആ കൾച്ചർ മീഡിയനെ ഇൻക്യുബേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു കാരണവശാലും അതിൽ ടർബിഡിറ്റി ഉണ്ടാവാൻ പാടില്ല. ടർബിഡിറ്റി ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്, നമ്മുടെ സ്റ്റെറിലൈസേഷൻ പ്രോസസ് വഴി ആ മൈക്രോ ഓർഗാനിസത്തിനെ കില്ല് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ കില്ല് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ സ്റ്റെറിലൈസേഷൻ സക്സസ്ഫുൾ ആയിരുന്നില്ല, ഫെയിലിയർ ആയിരുന്നു എന്നുള്ളതാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ദീസ് ആർ ദ സം ഓഫ് ദ എക്സാമ്പിൾ. ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ്. ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റീം സ്റ്റെറിലൈസേഷൻ അറ്റ് 121 ഡിഗ്രി സെൽഷ്യസിലാണെങ്കിൽ we will use Geobacillus stereothermophilus, or it is also known as Bacillus stereothermophilus. Okay, now this is the microorganism used for steam sterilization at 121 degrees Celsius. Highest resistance ulla oru spore aanu manasilakkam. Now dry heat sterilization at 160 degrees Celsius, Bacillus atrophius ennu parayunna microorganism aanu. Previously we were using Bacillus subtilis. ഇപ്പോൾ പല ടെക്സ്റ്റ് ബുക്കിലും പഴയ ഓൾഡ് ടെക്സ്റ്റ് ബുക്കിലൊക്കെ നിങ്ങൾ കാണാം ബാസിലസ് സബ്റ്റിലിസ് എന്നാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ കാണുന്ന അപ്ഡേറ്റ് എന്ന് പറയുന്നത് ബാസിലസ് അട്രോഫിഷ്യസ് എന്ന് പറയുന്ന മൈക്രോ ഓർഗാനിസം ആണ് ബയോളജിക്കൽ ഇൻഡിക്കേറ്റർ ഫോർ ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ അറ്റ് 160 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്, അലോങ് വിത്ത് ദ ക്ലോസ്ട്രീഡിയം സ്പോറോജെനിസിസ്. Then ethylene oxide sterilization at 600 microgram per liter, that is the concentration of
ethylene oxide at 54 degrees Celsius and 60% relative humidity. Bacillus atrophius spores as well as Bacillus subtilis or var niger ഏതെങ്കിലും ഒരു മൈക്രോ ഓർഗാനിസം നമുക്ക് യൂസ് ചെയ്യാം. Then ionizing radiation, we will use Bacillus humilis and Bacillus cereus. Membrane filtration, Serratia maracenus എന്ന് പറയുന്ന ഒരു മൈക്രോ ഓർഗാനിസം ആണ്. ഫിൽട്രേഷൻ സ്റ്റെറിലൈസേഷൻ വിത്ത് 0.4 മൈക്രോമീറ്റർ കോഴ്സസ്. ഫിൽട്ടർ പേപ്പറിന്റെ സൈസ് 0.45 മൈക്രോമീറ്റർ പെർ സൈസ് ഫിൽട്ടർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യുന്നതെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ബയോളജിക്കൽ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് സെറേഷ്യ മാസറസൻസ് എന്ന് പറയുന്നതാണ്. If we are using an filter paper with 0.22 micrometer size, അതിനേക്കാളും സൈസ് കുറഞ്ഞ ഒരു ഫിൽട്ടർ പേപ്പർ ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ബ്രൂവിൻഡിമോണാസ് ഡിമിനേറ്റ അല്ലെങ്കിൽ സ്യൂഡോമോനാസ് ഡിമിനേറ്റ എന്ന് പറയുന്ന ഒരു ബയോളജിക്കൽ ഇൻഡിക്കേറ്റർ ആണ് യൂസ് ചെയ്യുന്നത്. And finally, formaldehyde and other gases method, Bacillus subtilis, Bacillus megaterium, these are some of the microorganisms which is used. Now, these are some of the value, D value. D value is also known as decimal death point. So, what is mean by decimal death point? It is the time in minutes which is required to reduce the initial concentration to 90%. So, തുടക്കത്തിൽ നമ്മൾ ഒരു സസ്പെൻഷൻ ഓഫ് മൈക്രോ ഓർഗാനിസം എടുക്കുകയാണെന്ന് വിചാരിക്കാം. ആ സസ്പെൻഷൻ ഓഫ് മൈക്രോ ഓർഗാനിസത്തിൽ 100 മൈക്രോ ഓർഗാനിസം ഉണ്ടെങ്കിൽ ആ 100 മൈക്രോ ഓർഗാനിസത്തിനെ 90 മൈക്രോ ഓർഗാനിസം ആയിട്ട് റെഡ്യൂസ് ചെയ്യാൻ വേണ്ട മിനിറ്റിലെ ടൈമിനെയാണ് നമ്മൾ ഡെസിമൽ ഡെത്ത് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ വാല്യൂ കൂടുന്നതിനനുസരിച്ച് എന്താ അതിന്റെ അർത്ഥം? നമ്മൾ ഏതെങ്കിലും ഒരു സ്റ്റെറിലൈസേഷൻ മെത്തേഡ് ആ ഡി വാല്യൂ കൂടുതലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ സമയം എടുത്തിട്ടാണ് 90% ആയിട്ട് റെഡ്യൂസ് ചെയ്യുന്നത്. 90% ആയിട്ട് കില്ല് ചെയ്യാൻ കൂടുതൽ സമയം വേണം. അപ്പോൾ അതൊരു നല്ല സ്റ്റെറിലൈസേഷൻ മെത്തേഡ് ആയിരിക്കും. ഏറ്റവും കുറവ് സമയം കൊണ്ട് ഈ ഡി വാല്യൂ ഏറ്റവും കുറവാകുന്ന സമയത്തായിരിക്കും ആ മിനിമം സമയം കൊണ്ട് 90% ആയിട്ട് റെഡ്യൂസ് ചെയ്യാനുള്ള എബിലിറ്റി ഉള്ള ഒരു സ്റ്റെറിലൈസേഷൻ പ്രോസസ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, now that's all about the biological indicators. As a conclusion, these are the different monitors used in the different sterilization: physical, chemical and biological indicators. For moisture sterilization, we will use thermocouples as a physical monitors. The chemical indicators, type 5 integrator, or we can use different kinds of Brown's tube also. Then Geobacillus stereothermophilus also can be used. Dry heat sterilization method at 170 degrees Celsius by using char and Brown's tube as a chemical indicator, Bacillus atrophius as a biological indicators, and filtration in physical indicator monitoring by bubble point method. And there is no chemical indicator for filtration sterilization, and Bacillus diluminata challenge for filtration sterilization, and radiation sterilization Bacillus humilis, and we can use physical dosimeter as well as chemical dosimeter for physical and chemical monitoring of the sterilization process. So this is all about the sterilization process, different monitors or indicators used for sterilization. Okay, so questions സ്ഥിരമായിട്ട് കണ്ടിട്ടുള്ള ആളുകൾ നോക്കിക്കോളും. വിറ്റ്നസ് ട്യൂബ് മാത്രം ചോദിച്ചിട്ടുണ്ട്, കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് മാത്രം ചോദിച്ചിട്ടുണ്ട്, ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് മാത്രം ചോദിച്ചിട്ടുണ്ട്, കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സിന് എക്സാമ്പിൾ എഴുതാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ട്. എല്ലാ രീതിയിലും സ്ഥിരമായിട്ട് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യന്റെ കൂടെ 5 മാർക്കിന് ചോദിച്ചിട്ടുണ്ട് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. എസ്എ ക്വസ്റ്റ്യന്റെ കൂടെ പോലും വാലിഡേഷൻ ഓഫ് ഏതെങ്കിലും ഒരു പ്രോസസ്. അപ്പൊ അങ്ങനെ എസ്എ ക്വസ്റ്റ്യന്റെ കൂടെ വാലിഡേഷൻ ഒക്കെ ചോദിക്കുന്ന സമയത്ത് വി ഡോണ്ട് ഹൗ ടു റൈറ്റ് കെമിക്കൽ ഇൻഡിക്കേറ്റർ. എല്ലാ കെമിക്കൽ ഇൻഡിക്കേറ്ററും കൂടി എഴുതി വെക്കണം എന്നല്ല പറയുന്നത്. ഓട്ടോക്ലേവ് ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഓട്ടോക്ലേവിൽ യൂസ് ചെയ്യുന്ന വാലിഡേഷൻ മെത്തേഡ് ഏതാണ്? ഓട്ടോക്ലേവിൽ യൂസ് ചെയ്യുന്ന ഫിസിക്കൽ മെത്തേഡ് ഏതാണ്? ഫിസിക്കൽ ഇൻഡിക്കേറ്റർ ഏതാണ്? ഓട്ടോക്ലേവിൽ യൂസ് ചെയ്യുന്ന കെമിക്കൽ ഇൻഡിക്കേറ്റർ ഏതാണ്? ബയോളജിക്കൽ ഇൻഡിക്കേറ്റർ ഏതാണ്? അത് മാത്രം അതിൽ ആഡ് ചെയ്താൽ മതി. അല്ലാതെ ഇവിടെ പഠിച്ച ബയോളജിക്കൽ അല്ലെങ്കിൽ സ്റ്റെറിലൈസേഷൻ ഇൻഡിക്കേറ്റേഴ്സ് മൊത്തമായിട്ട് എസ്എ ക്വസ്റ്റനിൽ കൊണ്ട് എഴുതണം എന്നല്ല അതിന്റെ അർത്ഥം. അവിടെ ബാക്കി കുറെ സാധനങ്ങൾ എഴുതാനുണ്ട്, പ്രിൻസിപ്പിൾ എഴുതാനുണ്ട്, കൺസ്ട്രക്ഷൻ എഴുതാനുണ്ട്, വർക്കിംഗ് എഴുതാനുണ്ട്. അതിന്റെ കൂടെ വാലിഡേഷനും കൂടി ചോദിച്ചു എന്ന് മാത്രം. അപ്പോൾ സ്പെസിഫിക് ആയിട്ട് ഓട്ടോക്ലേവിന് മാത്രമുള്ള ഫിസിക്കൽ, കെമിക്കൽ ആൻഡ് ബയോളജിക്കൽ ഇൻഡിക്കേറ്റർ മാത്രം അവിടെ എഴുതിയാൽ മതി. അതല്ലാതെ തന്നെ ഇത് മാത്രമായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഫിസിക്കൽ ഇൻഡിക്കേറ്റർ, കെമിക്കൽ ഇൻഡിക്കേറ്റർ,
ബയോളജിക്കൽ ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞിട്ട് തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ ഫിസിക്കൽ, chemical and biological indicators used for sterilization monitoring, and that's all about the unit 2